Hello students, welcome to Financial Management. Today we start the third module in our syllabus, that is investment decision. Investment decision relates to the determination of total amount of assets to be held in the firm, the composition of these assets, and the business risk complexions of the firms as perceived by its investors. It is the most important financial decision that the firm makes in pursuit of making shareholders wealth. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഡിസിഷൻസ് ഉണ്ട്. ഫിനാൻസിങ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ലിക്വിഡിറ്റി ഡിസിഷൻ. ഇതെല്ലാം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ മൊഡ്യൂളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ് പഠിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ it is a determination of total amount of assets to be held in the firm. ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഫേമിൽ വാങ്ങേണ്ട ലോങ് ടേം അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്, അതിൻ്റെ വാല്യൂ എന്തായിരിക്കണം, അതിലൂടെ ഉണ്ടാകുന്ന ബിസിനസ് റിസ്ക് എന്തായിരിക്കണം, ഈ തരത്തിലുള്ള കാര്യങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അസറ്റ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? അസറ്റ്സ് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എ ബിസിനസ് we buy the required assets. For example, if you wanted to start a factory, you have to have land, you have to have a building, you have to have machineries. So land, building, machinery, these are all fixed assets. So if you wanted to start a small factory, you need all these fixed assets in small quantities only. At the same time, if you want to start a large factory, you need all these factors. Land is required, large building, large machineries are required. So the amount required also will be high. So അപ്പം എന്ത് തരം ബിസിനസ്സാണ് അസറ്റ്സ് ആണ് പർച്ചേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് തരം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടത്തേണ്ടത്, ആ ഡിസിഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ദർ ആർ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ബിക്കോസ് ദർ ആർ ടു ടൈപ്സ് ഓഫ് അസറ്റ്സ്. വൺ ഈസ് ഫിക്സഡ് അസറ്റ്, സെക്കൻഡ് വൺ ഈസ് it is current assets. So investment in current asset is called working capital management, that we will discuss in the later chapter. In this chapter we are going to see investment in fixed assets. So investment in fixed asset is called capital budgeting. That is our next topic, capital budgeting. Capital budgeting is the process of making investment decision in long-term assets or course of action. Capital expenditure incurred today is expected to bring its benefits over a period of time. These expenditures are related to acquisition and improvement of fixed asset. ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ ബിസിനസ്സിൽ എത്രമാത്രം ഫിക്സഡ് അസറ്റ് ഉണ്ടായിരിക്കണം, ആ ഫിക്സഡ് അസറ്റിൻ്റെ കോമ്പോസിഷൻ എന്തായിരിക്കണം, അങ്ങനെ ലോങ് ടേമിലേക്ക് വേണ്ടി വരുന്ന അസറ്റ്സുമായി ബന്ധപ്പെട്ട
ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ബിക്കോസ് when we invest the money, the cash outflow takes place. ബിസിനസ്സിൽ നിന്നും ക്യാഷ് പുറത്തേക്കാണ് പോകുന്നത്. പക്ഷേ അതുമൂലം നമുക്ക് ഫ്യൂച്ചറിൽ വളരെ കൂടുതൽ ക്യാഷ് ഇൻഫ്ലോസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ക്യാഷ് ഇൻഫ്ലോസിനെയാണ് ഇവിടെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ദീസ് എക്സ്പെൻഡിച്ചേഴ്സ് ആർ റിലേറ്റഡ് ടു അക്വിസിഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്. അപ്പം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി റിലേറ്റഡ് ടു സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ് ഓർ സ്റ്റാർട്ടിങ് ഓർ ബൈയിങ് എ ഫാക്ടറി. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് സർട്ടൺ ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ദ ബിസിനസ് ഓർ വി സേ അത് കൂടുതൽ എക്സ്പാൻഷൻ നടത്താനായിട്ടുള്ള പ്രോസസ്സ്, അതും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. സോ that is why this expenditure can be either acquisition or improvement of fixed assets. Capital budgeting is the planning of expenditure and the benefit which spread over a number of years. So cash outflow ആണ് ആദ്യം സംഭവിക്കുന്നത്. When we buy the land, when we buy the building or machineries, money flows out of the company. So cash outflow, that is expenditure. But at the same time, in future years, we expect a lot of amount as profit. So that is cash inflow. That is called the benefit, which is spread over a number of years. It is a process of deciding whether or not to invest in a particular project, as the investment possibility may not be rewarding. We can start any type of business, but it should be rewarding. Otherwise, all the investment will go out of our hands. The manager has to choose a project which gives a rate of return which is more than the cost of financing the project. അപ്പോൾ സിമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസിഷൻ മേക്കിംഗ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഒരു പ്രോജക്റ്റ് എടുത്ത് സ്റ്റഡി ചെയ്യുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതിന് ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഗിവ് എ റേറ്റ് ഓഫ് റിട്ടേൺ മോർ ദാൻ ദ കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് ദി പ്രോജക്റ്റ്. കോസ്റ്റ് ഓഫ് ഫിനാൻസ് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതിനേക്കാൾ കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺ നൽകുന്നതായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബിസിനസ് പ്രോജക്റ്റ്. ഫോർ ദിസ് ദ മാനേജർ ഹാസ് ടു ഇവാലുവേറ്റ് ദ വർത്ത് ഓഫ് ദി പ്രോജക്റ്റ് ഇൻ ടേംസ് ഓഫ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ്. The benefits are the expected cash inflows from the project, which are discounted against a standard, that is generally the cost of capital. സോ ഈ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. ഒരു പ്രോജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഫിനാൻഷ്യൽ മാനേജർ ഡിസിഷൻ എടുക്കാനായിട്ട് they have to compare the cost of the project and the expected benefits in the future. അപ്പോൾ ഫ്യൂച്ചറിൽ വരുന്ന ബെനിഫിറ്റ്സിൻ്റെ പ്രസൻറ്റിലുണ്ടാകുന്ന ക്യാഷ് ഇൻഫ്ലോയുമായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അപ്ലൈ ദി ടെക്നിക്സ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി ദാറ്റ് വി സ്റ്റഡീഡ് ഏർലിയർ. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ആയിട്ടിലേക്ക് നമ്മൾ ഫ്യൂച്ചറിലുള്ള ക്യാഷ് ഇൻഫ്ലോസിനെ കൺവേർട്ട് ചെയ്യണം. സോ ദാറ്റ് ഈസ് കോൾഡ് ഡിസ്കൗണ്ടിങ്. ആ ഡിസ്കൗണ്ടിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത് ആ ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ജനറലി ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും. ആ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് നിശ്ചയിക്കുന്നത്. ആ രീതിയിലായിരിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രോഫിറ്റബിൾ ആണോ എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. So we are going to see in detail how we estimate a project. But at the time being, we will focus on what is the importance of capital budgeting. Importance of capital budgeting.
The capital budgeting decisions are important, crucial and critical because of the following reasons. First point, huge investment. Capital budgeting decisions involve huge investment in fixed assets. Hence, it requires careful planning and appraisal. A mistake in capital budgeting can prove fatal to the enterprise. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കുമ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. കോടിക്കണക്കിന് രൂപയായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക. ദാറ്റ് മീൻസ് വെൻ വി സ്റ്റാർട്ട് എ ബിസിനസ് ഓർ വെൻ വി ഗോ ഫോർ ആൻ എക്സ്പാൻഷൻ ഓഫ് ദി ബിസിനസ്, ക്രോർസ് ഓഫ് മണി ഗോസ് ഔട്ട് ഫ്രം ദ ബിസിനസ്. അത്രയും വലിയൊരു എമൗണ്ട് പുറത്തേക്ക് പോകുന്നൊരു തീരുമാനമാകുമ്പോൾ തന്നെ ക്യാഷ്വലായിട്ട് എടുക്കേണ്ടതല്ല ഈ തീരുമാനം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. സെക്കൻഡ് പോയിന്റ്, long term implications. Capital budgeting decisions have long term effects on the future profitability and cost structure of the firm. A right decision may bring amazing returns, while a wrong decision may endanger the survival of the firm. That is the second point, long term implication. ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ അതിലുണ്ടാവുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇന്നോ നാളെയോ കൊണ്ട് അവസാനിക്കേണ്ടതല്ല. എ ലോങ് ടൈം ഇൻ ദ ഫ്യൂച്ചർ ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്. അപ്പം അത്രയും നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഒരു തീരുമാനമായതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് തീരുമാനമാണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് സെക്കൻഡ് പോയിന്റ് ഇസ് long term implications. And the very important third point is irreversible decision. Capital budgeting decisions once made cannot be reversed easily. It is not possible to abandon the project once the funds have been invested in it. ഈ ഹ്യൂജ് എമൗണ്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം അത് ആ ഡിസിഷൻ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ച് പോക്ക് അസാധ്യമാണ്. കാര്യം കോടിക്കണക്കിന് രൂപയുടെ മെഷീനറിയും ലാൻഡും ഒക്കെ വാങ്ങിയിട്ട് അത് പിന്നെയാണ് മനസ്സിലാക്കുന്നത് ഒരു ലോസ് മേക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നാൽ ആ ഇൻവെസ്റ്റ് ചെയ്ത മണി റിക്കവർ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. ദാറ്റ് ഈസ് വൈ ദ തേർഡ് പോയിന്റ് ഈസ് ഇർറിവേഴ്സിബിൾ ഡിസിഷൻ. Fourth one is risk. Long-term investment of funds involve greater risk and uncertainty. The longer is the period of the project, greater may be the risk and uncertainty. വളരെ കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ നടത്തുന്നത്. ബട്ട് ഇൻഫ്ലോ ലഭിക്കുന്നത് ഫ്യൂച്ചറിലാണ്. ഫ്യൂച്ചർ ഈസ് ആൾവേസ് അൺസർട്ടൺ. There can be a deviation of the expected return and the actual return. So that variation is called a risk. So huge risk is involved in investment decision. Fifth point, growth. The capital budgeting decision affect the rate of growth of a firm. Capital budgeting decision result in cash outflow immediately. Cash inflows are generated in the future. When cash inflows are generated in future, the current earnings will be improved. As a result, overall and long-term profitability will also be improved. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് ആണ്. ഗ്രോത്ത് കമ്പനിയുടെ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു തീരുമാനമാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. എപ്പോഴാണ്? ഇന്ന് നമ്മൾ നടത്തുന്ന തീരുമാനത്തിലൂടെ ഉണ്ടാകുന്ന ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്യൂച്ചറിൽ വലിയ രീതിയിലുള്ള ക്യാഷ് ഇൻഫ്ലോസ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദ ഗ്രോത്ത് ഓഫ് ദി ഓർഗനൈസേഷൻ. Impact on firm's competitive strength. The capital budgeting decision affects the capacity and strength of a firm to face competition. It is so because the capital investment decision affects the future profits and costs of the firm. This will ultimately affect the firm's competitive strength. നല്ല രീതിയിലുള്ള ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനാണ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ that will help us to
face the future competition in the industry. That is the sixth point. Seventh point, most difficult decision. Capital budgeting decisions are very difficult to make. This is due to uncertainty of future. Decisions are based on future years' cash inflow and see more risk involved in it. സോ ഏതൊരു ഡിസിഷനിനേക്കാളും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. കാരണം ഈ തീരുമാനത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലുണ്ടാവുന്ന ക്യാഷ് ഇൻഫ്ലോ ആണ്. ഫ്യൂച്ചർ ഈസ് ഓൾവേസ് അൺസർട്ടൺ. അതുപോലെ തന്നെ ആ ഫ്യൂച്ചർ അൺസർട്ടൺ ആയതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ റിസ്ക്കാണ് ഓരോ ബിസിനസ് ഡിസിഷനും എന്ന് പറയുന്നത്. അത് കാരണം ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസിഷനാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. സോ ദീസ് ആർ ദ പോയിൻറ്റ്സ് ടു ബി റിമെമ്പേർഡ് related to importance of capital budgeting. First one is huge investment, second one long term implication, third one is irreversible decision, fourth is the risk involved, fifth is growth, sixth impact on firm's competitive strength, and seventh most difficult decision. Let us conclude today's discussion.